നമസ്കാരം സുധീര. ഗുഡ് മോർണിംഗ് സർ. ഈ മുറിയിൽ ഇരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ മുറിയിലായിരിക്കും നിങ്ങളുടെ ക്രിയേഷൻ്റെ ഗർഭപാത്രം പൂർത്തീകരിച്ചത്. നിങ്ങളുടെ കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ട സ്നേഹത്തിൻ്റെയും വിട്ടുപോയ സ്നേഹത്തിൻ്റെയും കരിഞ്ഞുപോയ സ്നേഹത്തിൻ്റെയും ഉടമകളാക്കിയത് ഈ റൂമിലാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു എഴുത്തുകാരനോ എഴുത്തുകാരിക്കോ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എഴുത്ത് ഇടമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജോലി തിരക്കിനിടയിൽ പല സ്ഥലത്തും കടപ്പറയുടെ മൂലയിലിട്ട് ഒരു കസേരയിൽ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ എഴുതുക. അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊന്നും തന്നെ ഒരു പ്രത്യേക എഴുത്തുമുറിയിൽ ഇരുന്നായിരുന്നില്ല. ഈ റൂം സെറ്റ് ചെയ്തത് തന്നെ ഈ വീട് എടുക്കുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഫോട്ടോഗ്രാഫറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫോട്ടോഗ്രാഫിക്ക് മുറി ഉണ്ടായിരുന്നു. പക്ഷെ നീ എവിടെ ഇരുന്ന് എഴുതുന്നോ അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. എഴുത്തുകാരിക്ക് ഒരു മുറി ഇല്ല ശരിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഞാൻ എഴുതിയത്. ചിലപ്പോൾ വിമാനത്തിൽ, അല്ലെങ്കിൽ തീവണ്ടി മുറിയിൽ ഒക്കെ ഇരുന്നിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. എൻ്റെ കൃതികളൊക്കെ അങ്ങനെ ഇന്ന സ്ഥലത്ത് ഇരുന്നിട്ടാണ്. അതിൻ്റെ ഒരു ഗർഭപാത്രം എന്ന് പറയാൻ എൻ്റെ ഹൃദയം മനസ്സ് മാത്രമാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ കണ്ട വിഷ്വൽ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ട കഥ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമാജിനേഷൻ, ഇതെല്ലാം കൂടി എങ്ങനെയാണ് നിങ്ങൾ കഥയിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത്? അത് പലതരം അനുഭവങ്ങളുണ്ടാവും അല്ലേ. ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്, സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ്, തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് എൻ്റെ അനുഭവമാണ്. അതെനിക്ക് അതിന് പരിമിതിയുണ്ട്. അതേസമയം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന അനുഭവം അത് സെക്കൻഡ് ഹാൻഡ് എക്സ്പീരിയൻസ്. അതിലെനിക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ മനസ്സിൽ അതിൻ്റെ ഒരു ബീജം വന്ന് വീഴുകയാണെങ്കിൽ എനിക്കത് എഴുതാൻ പറ്റും. അതേപോലെ തേർഡ് ഹാൻഡ് എക്സ്പീരിയൻസ്, ഇപ്പോൾ ചാനലുകാർ, പത്രക്കാരൊക്കെ മീഡിയ നമുക്ക് കൊണ്ടുവന്ന് തരുന്ന അറിവുകളെ നമ്മളൊരു കഥയാക്കുന്നു. അപ്പോൾ അങ്ങനെ 3 തലത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കേട്ടതും കേൾപ്പിച്ചതുമായിട്ടുള്ള അനുഭവങ്ങളാണ് എൻ്റെ കഥകൾ. മിക്ക കഥകളും സംഭവിച്ചത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ത്രെഡ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അതിൻ്റെ മജ്ജയും മാംസവും ഒക്കെ അതൊക്കെ എൻ്റെ ഭാവനയിലൂടെയാണ് വരുന്നത്. നമ്മൾ ഈ പുസ്തകം എഴുതാൻ തീരുമാനിച്ച ആ ദിവസം ഞാൻ വീണ്ടും ഓർക്കുകയാണ്. ഒരു ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരിയെ പറ്റി, അല്ലെങ്കിൽ എഴുത്തുകാരനെ പറ്റി, ഒരു ജീവിച്ചിരിക്കുന്ന എഴുത്തുകാരൻ എഴുതുക എന്നുള്ളത് വളരെ അപൂർവമായൊരു സംഗതിയാണെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ആ കടന്നുപോയ അനുഭവങ്ങളെ പറ്റിയിട്ട് ഡോക്ടർ സുധീരയ്ക്ക് എന്താ പറയാനുള്ളവ? അത് ഈ പുസ്തകം എഴുതുന്നതിനെ പറ്റി സാറ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഒരു രചയിതാവിന് എന്തിനാണ് ഒരു ജീവചരിത്രം? ഇത് ശരിക്കും ഒരു ജീവചരിത്രപരമായ പുസ്തകമാണ്. അപ്പോൾ എന്തിനാണ് ഒരു രചയിതാവിന് ജീവചരിത്രം? കാരണം അത് ശരിക്കും പ്രസക്തമാണ്. കാരണം സൃഷ്ടിയുടെ മൂല്യങ്ങൾ, കഥാപാത്രങ്ങൾ, അതേപോലെ തീമുകൾ, ഇതിനെപ്പറ്റിയൊക്കെ വായനക്കാരന് കൂടുതൽ അറിയണമെങ്കിൽ ഈ രചയിതാവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് അറിയുമ്പോൾ അവരുടെ നേട്ടങ്ങളെയും അതുപോലെ അവരുടെ വളർച്ചയെയും കുറിച്ചിട്ടുള്ള ഒരു ഉൾക്കാഴ്ച വായനക്കാരന് ലഭിക്കും. അപ്പം ഞാൻ ഓർത്തു, ഇത്രയും താല്പരനായിട്ട് ഒരു എഴുത്തുകാരൻ വരുന്നു, പുസ്തകം എഴുതട്ടേന്ന് ചോദിക്കുന്നു. അപ്പോൾ എന്താ വെച്ചാൽ എഴുത്തുകാർക്ക് ബാധ്യത ഉണ്ട് വായനക്കാരെ കാര്യങ്ങളൊക്കെ അറിയിക്കാൻ. ഇപ്പം 2 തരത്തിൽ നമുക്ക് അറിയിക്കാം. ഒന്ന്, ആത്മകഥ എഴുതാം. ആത്മകഥയിലൊന്നും മുഴുവൻ എഴുതാൻ പറ്റില്ല. വേറൊരാൾ അപഗ്രഥിച്ച് സംസാരിക്കുന്ന പോലെ ഒരു ആൾക്ക് ആത്മകഥയിൽ എഴുതാൻ പറ്റില്ല. അതാണ് ഞാൻ ആലോചിച്ചത്. അതേപോലെ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി എവിടെ വളർന്നു, ആ പ്രദേശവുമായി ബന്ധപ്പെട്ട സാംസ്കാരികവും അതുപോലെ അതിൻ്റെ പാരമ്പര്യമൊക്കെ കൃതിയിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണ് അവർ ജീവിച്ചത്, അവിടെ അവരെ സ്വാധീനിച്ചിട്ടുള്ള എന്തെങ്കിലും സാംസ്കാരികമോ ചരിത്രപരവുമായ സംഭവങ്ങൾ അവരുടെ കൃതികളിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രസക്തമാണ്. അപ്പോൾ ഇതൊക്കെ ഇപ്പോഴല്ല, ഒരാൾ രചയിതാവ് മരിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രസക്തി ഉണ്ടാവും. കാരണം അവരാരായിരുന്നു എന്നുള്ളത് കൂടുതൽ അറിയാൻ. അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ കൃതികൾ വായിക്കുമ്പോൾ അവർക്ക് ഇന്ന ഏത് കുടുംബത്തിലാണ് ജനിച്ചത്, എവിടെയാണ് വളർന്നത്, ആരായിരുന്നു അച്ഛനും അമ്മയും, അല്ലെങ്കിൽ അവർ വിദ്യാഭ്യാസം എവിടെയായിരുന്നു, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അവർ എന്ത് വിഷയമാണ് പഠിച്ചത്, അല്ലെങ്കിൽ അവർക്ക് കുട്ടിക്കാലത്ത് മാനസികമായ എന്തെങ്കിലും സംഘർഷങ്ങൾ ചെറുപ്പത്തിലുണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ആത്മാവിന് മുറിവേറ്റിട്ടുണ്ടോ, ഇതുപോലുള്ള കുറേ സംഗതികൾ. അവരെത്ര യാത്ര ചെയ്തിട്ടുണ്ട്, അവരുടെ ജീവിതാനുഭവങ്ങൾ എന്ത്, ഇതൊക്കെ ഒരു പുസ്തകത്തിലൂടെ വേറൊരാൾക്ക് ജീവചരിത്രത്തിൽ
പ്രകാശിപ്പിക്കാൻ കഴിയും. അപ്പം ഞാൻ അതാണ് വിചാരിച്ചത്. അപ്പോൾ അതിനു വേണ്ടി ഒരു മനുഷ്യൻ്റെ ആവും പകലും കഷ്ടപ്പെട്ട ഒരു പുസ്തകം എഴുതുന്നു. അപ്പോൾ അതിന് ഞാൻ അതിനുള്ള പിന്തുണ കൊടുക്കേണ്ടത് എൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. 73-ാമത്തെ വയസ്സിൽ പുസ്തകം എഴുതാൻ തുടങ്ങിയ ഈ ചെറിയ എഴുത്തുകാരനോട് 17-ാമത്തെ വയസ്സിൽ എഴുതാൻ പഠിച്ച ഡോക്ടർ സുധീരയെ പറ്റി ഞാനൊരിക്കൽ ചോദിച്ചു, ഞാനൊരു പുസ്തകം നിങ്ങളെപ്പറ്റി എഴുതിക്കോട്ടെ എന്ന്. ആ ചോദ്യത്തിന് നിങ്ങൾ തന്ന പ്രതികരണം പൊടുന്നനെയായിരുന്നു, പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ യാത്രയിൽ മുങ്ങുമ്പോൾ ഞാൻ പൂട്ടിയ ഒരുപാട് ജനലുകളും വാതിലുകളും തുറക്കുമ്പോൾ ആ മേഘപാളികൾക്കപ്പുറം മഴവില്ലിൻ്റെ ചിത്രങ്ങളും ഭംഗിയും ചന്തവും കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ പോയ പ്രതികരണങ്ങൾ ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ കടന്നുപോയ അനുഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ എൻ്റെ പുസ്തകം സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. അതേപ്പറ്റി ഡോക്ടർ സുധീരയുടെ അഭിപ്രായം എന്താണ്? എന്താ വെച്ചാൽ ഇതിപ്പോൾ ഒരാളും മഹാപ്രതിഭ എന്നങ്ങനെയൊന്നുമില്ല. എഴുത്തുകാരി എന്നുള്ള നിലയിൽ എനിക്കാവുന്നത് എഴുതുന്നു. എൻ്റെ സർഗാത്മകതയെ ഞാൻ പ്രകാശിപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അത് വലിയ ആൾ ചെറിയ ആളെന്നൊന്നുമില്ല. എഴുത്തുകാരൊക്കെ എല്ലാവരും എഴുത്തുകാർ തന്നെയാണ്. അപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നോട് ഇങ്ങനെ എഴുതട്ടെ. മുൻപ് 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നു കേട്ടോ, ഞാൻ സമ്മതിച്ചിട്ടില്ല. കാരണം ഒരു പെൺകുട്ടി ചോദിച്ചു, പിന്നെ ഒരു ഭയങ്കര ആരാധന ഉള്ള ഒരു ചെറുപ്പക്കാരൻ, മേഡം ഞാൻ എഴുതട്ടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ആരാധന മാറ്റി വെക്കാതെ നിനക്ക് എഴുതാൻ പറ്റില്ല, വേണ്ട പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് വേണം ആലോചിച്ചു, ഇപ്പം നിനക്ക് എഴുതാൻ പറ്റില്ല ഞാൻ പറഞ്ഞു. പിന്നെ അതേപോലെ ഒരു പെൺകുട്ടി, ഞാൻ ആ പെൺകുട്ടീനോട് ഞാൻ പറഞ്ഞു, എന്നെപ്പറ്റി പഠിച്ചതിന് ശേഷം എഴുതിക്കോ, വെറുതെ പുസ്തകം എഴുതരുത് പറഞ്ഞു. അതിൻ്റെ ആവശ്യമില്ല, നിൻ്റെ എനർജി, നിൻ്റെ പുസ്തകം നിൻ്റെ ക്രിയേറ്റിവിറ്റി പ്രകാശിപ്പിക്കുക എന്നല്ലാണ്ട് എന്നെപ്പറ്റി എഴുതി നിൻ്റെ സമയം പോക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സാറ് ചോദിച്ച സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളും ഒരു രചയിതാവിൻ്റെ ജീവിതം പിന്നെ മറ്റൊരു എഴുത്തുകാരനിലൂടെ പ്രകാശിതമാവുക എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഇതിനോട് താങ്കൾ കാണിക്കുന്ന ആർജവം, ഇത്ര ആർജവത്തോടു കൂടി ഒരാൾ എന്നെ സമീപിച്ചിട്ടില്ല. കാരണം ഒരു എഴുത്തുകാരിയോട് ആരാധന മാത്രമല്ല, സ്നേഹവും സൗഹാർദ്ദവും പിന്നെ ആർജവവും എല്ലാം കൂടെ കലർന്നിട്ടുള്ള ഒരു വികാരമാണ് ഞാൻ അങ്ങയിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എഴുതിയാൽ നന്നാവുമെന്ന് എനിക്ക് തോന്നി. കാരണം ഈ പുസ്തകം ശരിക്കും രചയിതാവിൻ്റെ ജീവചരിത്രങ്ങളൊക്കെ വായനക്കാർക്ക് പ്രയോജനപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഞാൻ സമ്മതിക്കാൻ കാരണം. പിന്നെ വലിയ വലിയ ആളുകളൊക്കെ ആയിട്ട് നമ്മളെ ബന്ധപ്പെടുന്നു, അതിൽ നമ്മൾ വലിയ ആളാവണമെന്നില്ലല്ലോ അവരെ കൂടെ ബന്ധപ്പെടുന്നതിന്. അപ്പോൾ അതിന് ഞാനൊരിക്കലും ഞാൻ ആരെങ്കിലും ആണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നമ്മളെപ്പോഴും നമ്മളെ മുകളിൽ എപ്പോഴും ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആ ഒരു വിധേയത്വത്തോടു കൂടി വിനയത്തോടു കൂടി അല്ലാണ്ട് ഞാൻ ജീവിതത്തിന് സമീപിച്ചിട്ടില്ല. അപ്പം ഞാൻ ആരുമല്ല എന്നൊരു നമുക്കൊരു തോന്നലുണ്ടാകുമ്പോഴാണ് ജീവിതം ഒരു പുതിയ തലവിന്യാസത്തിലേക്ക് സ്ഫോടനം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഞാൻ ആരോ ആണെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അവിടെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ജീവിതം ഒരു പുതിയ തലത്തിൽ എത്തണമെങ്കിൽ നമുക്ക് വിനയമാണ് വേണ്ടത്. കാരണം ദൈവം നമ്മുടെ കയ്യിൽ ഒരു സ്വർണ്ണ നാണയം വെച്ച് തരുമ്പോൾ നമ്മൾ ദൈവത്തിന് നേരെ നമ്മുടെ കണ്ണുകൾ കൃതജ്ഞതയാൽ ഉയരണം. ദൈവത്തിനെ നോക്കിയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഓരോ അവാർഡുകൾ അതേപോലെ നേട്ടങ്ങൾ എന്നൊക്കെ ആൾക്കാർ പറയുന്നു. പക്ഷെ അതൊന്നല്ല കാര്യം. എഴുത്തുകാർക്ക് എഴുതാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ സർഗാത്മകത അവസാനിക്കുന്നവരെ അല്ലെങ്കിൽ അത് പറ്റിത്തീരുന്നവരെ എഴുതണം എന്നാണ് എൻ്റെ മോഹം. അല്ലാതെ ഇത്ര പുസ്തകം എഴുതണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ എഴുതുമ്പോൾ ഇപ്പോൾ 90ാമത്തെ ബുക്കാണ്, അതിൻ്റെ പണിയിലാണ് ഞാൻ. ഇപ്പോൾ 86 കഴിഞ്ഞു, 3-4 ബുക്കിൻ്റെ പണിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ വർഷം 4 പുസ്തകം ഇറങ്ങും. അപ്പം അങ്ങനെ നമ്മളെ യാത്ര മുന്നോട്ട് പോവുക, സാഹിത്യയാത്ര മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പുസ്തകം തീർന്നതിന് ശേഷമാണ്. ഒന്ന് ഞാൻ പുറകോട്ട് പോയി നോക്കുമ്പോൾ നിങ്ങളെ കാണുന്ന ആ സമയം മുതൽ പല ചോദ്യങ്ങളും ഞാൻ ചോദിച്ചായിരുന്നു. അതിന് ചില കുസൃതി ചോദ്യങ്ങളും ചോദിച്ചെന്ന് വരാം. നിങ്ങൾക്ക് ദേഷ്യം പിടിക്കാറുണ്ടോ? വേറൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങളുടെ പുസ്തകത്തെപ്പറ്റി അപഗ്രഥനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് MT വാസുദേവന്മാരുടെ
വളരെ ലെജൻഡായിട്ടുള്ള അദ്ദേഹത്തെ പറ്റിയിട്ട് നിങ്ങൾ എഴുതിയ പുസ്തകത്തെ പറ്റി ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളും മഹാനായ MT വാസുദേവന്മാരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. എത്ര വാചാലമായിട്ടാണ് നിങ്ങൾ ഇതുമാതിരിയുള്ള ഉത്തരങ്ങൾ പറഞ്ഞത്. ചില സമയത്ത് ടെലിഫോണിലൂടെ ആയിരിക്കാം, ചില സമയത്ത് വോയിസ് മെസ്സേജിലൂടെ ആയിരിക്കാം, ചില സമയത്ത് മെസ്സേജുകളിലൂടെ ആയിരിക്കാം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞാനത് ഒപ്പിയെടുത്ത് എൻ്റെ ബുക്കിലേക്ക് മാറ്റുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭൂതി, അത് ഞാൻ എന്നും ഓർക്കാവുന്ന ഒരു സംഗതിയാണ്. പുസ്തകം തീർന്നു, പുസ്തകം തീരുന്നു, പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിങ്ങളോടുള്ള കടപ്പാട്, നിങ്ങൾ എന്ന എഴുത്തുകാരിയെപ്പറ്റി ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ച ആ കടന്നുപോയ അനുഭവങ്ങൾ, I think it will remain with me for long. Thank you very much. How do you feel about it? അപ്പോൾ ഒരാളെ പറ്റി നമ്മൾ അറിയുമ്പോൾ അവർക്ക് പോലും അറിയാത്ത പുതിയ നമ്മുടെ ആത്മാവിന് അഗാധതയിലുള്ള പുതിയ കാര്യങ്ങൾ ഒരാൾ ചോദിക്കുമ്പോൾ നമ്മൾ തുറന്നു പറയും. അതാണ് സർ മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ഒരു കൃതി എഴുതുമ്പോൾ മറ്റൊരാളോടുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിന് പുതിയ കാഴ്ചപ്പാടുണ്ടാവും എന്നുള്ളത്. കാരണം അദ്ദേഹം ഇതുവരെ എഴുതിയ പുസ്തകങ്ങളൊക്കെ ചർച്ചയിലൂടെയാണ് അത്ര എഴുതിയത്. അപ്പം ഇപ്പം ഞാൻ നിങ്ങളായിട്ട് ചർച്ച ചെയ്യുമ്പോൾ എന്നെ പറ്റി തന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ കുറേ ഭയങ്കര തിരക്കുള്ള ആളാണ് ഞാൻ. കാരണം ഒരു മിനിറ്റ് പോലും പുസ്തകം കയ്യിലില്ല. വായന, അതേപോലെ എഴുത്ത്, യാത്രയും പ്രസംഗപ്പാച്ചൽ, ഇതിനൊക്കെ വേണ്ടി ഇപ്പോൾ പ്രസംഗത്തിനൊക്കെ പോയ സ്ഥലത്തു നിന്നൊക്കെയാണ് സാറിൻ്റെ മറുപടി ഞാൻ വിമാനത്തിലൊക്കെ ഇരുന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. അതെ, അങ്ങനെയുള്ള അപ്പോൾ അതിനോടുള്ള ഒരു ആത്മാർത്ഥത, അത് എന്നെ പറ്റിയിട്ടുള്ള ബുക്കാണോ എന്നുള്ളതല്ല, അത് അങ്ങയോടുള്ള എൻ്റെ കടമയാണത്. അത് ബുക്ക് തീർക്കണമെങ്കിൽ ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരാൾ എൻ്റെ പുസ്തകം എന്നെ പറ്റി എഴുതാൻ വിചാരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരേണ്ട വിവരങ്ങൾ ഞാൻ തരണം. അപ്പോൾ അത് തോന്നിയ ഭാഷയിൽ തോന്നിയ മാതിരി ഞാൻ എൻ്റെ മൊബൈലിൽ വോയിസ് ക്ലിപ്പ് എടുത്തിട്ടാണ് അയച്ചത്. പിന്നെ അല്ലാതെ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഇരുന്ന് സംസാരിച്ചു. പിന്നെ കുറേ ഒരുപാട് അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അത് ആ അധ്വാനത്തിൻ്റെ മുന്നിൽ ഞാൻ നമസ്കരിക്കുന്നു. കാരണം അത്രയും ഒരാളുടെ പുസ്തകത്തിന് വേണ്ടി ഇപ്പം ഞാൻ MTൻ്റെ പുസ്തകം 3 വർഷം കൊണ്ടാണ് എഴുതിയത്. അതൊക്കെ പുസ്തകങ്ങളിൽ മുങ്ങി അതിനെപ്പറ്റി പഠിച്ച് എന്നിട്ടാണ് എഴുതിയത്. അതേപോലെ എൻ്റെ എല്ലാ പുസ്തകങ്ങളും പണം കൊടുത്ത് വാങ്ങുകയും അത് വായിച്ച് സ്വാംശീകരിച്ച് അതിനെപ്പറ്റി നല്ല ഭാഷയിൽ എഴുതുകയും ചെയ്തത്. അപ്പോൾ ഞാനൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ച ആളാണ്. പുസ്തകം വായിച്ചിട്ടുള്ള അറിവ് എനിക്ക് ഇംഗ്ലീഷിലുള്ളൂ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ചില വാക്കുകളൊക്കെ ഡിക്ഷണറി നോക്കിയിട്ടാണ് അർത്ഥം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ ഭാഷയും അതിൻ്റെ സങ്കേതവുമാണെന്നാണ് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ അത് കാണാതെ പോകരുത്. അതുകൊണ്ട് മാത്രമാണ് ഇതിനു വേണ്ടി ഞാൻ ഇത്രയും ഞാൻ സഹകരിച്ചത്. ഈ പുസ്തകം ഇപ്പോൾ സാറ് പറഞ്ഞല്ലോ എങ്ങനെയാണ് ഇത് ചെയ്തത്. പക്ഷെ അത് എനിക്ക് തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തു തന്നത്. അപ്പോൾ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞു തന്നതെന്ന്. അത്രയും തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ കാറിലിരുന്ന് പറയും, അല്ലെങ്കിൽ ട്രെയിനിലെ വിമാനത്തിലൊക്കെ ഇരുന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യമൊക്കെ അദ്ദേഹം അയച്ചതാണല്ലോ, ഞാനിതൊന്ന് ഉത്തരം കൊടുക്കട്ടെ. അപ്പോൾ എനിക്കൊരു ചോദ്യം വരും, അയ്യോ എനിക്ക് മറുപടി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ എന്നുള്ള. അപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ രചനകൾക്കിടയിലൂടെ എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയത്താണ് ഞാൻ അങ്ങേക്ക് വേണ്ടി ഈ സമയം ചെലവഴിച്ചത്. അത് ശരിക്കും സാർത്ഥകമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംസാരത്തിനിടയിൽ ഞാൻ വീണ്ടും ആലോചിച്ച് പോയത്, പുസ്തകം തീർന്നതിന് ശേഷമാണ് ഞാൻ സാധാരണ അതിൻ്റെ ടൈറ്റിൽ കൊടുക്കാറ്. ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഹാർട്ട്സ് ഇംപ്രിൻറ്റ് എന്ന ഒരു ചിന്ത, ഒരു 5 8 10 ടൈറ്റിൽസ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ അതിൽ വന്നിരിക്കുന്നത് അവസാനമായി തീരുമാനിച്ചതും ബുക്കിൻ്റെ കവർ ചട്ടയിൽ ഉണ്ടായിരുന്നത് ഹാർട്ട്സ് ഇംപ്രിൻറ്റ് എന്നാണ്. ഈ ഹാർട്ട്സ് ഇംപ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഏകദേശം 20-22 മാസങ്ങളിൽ ഞാൻ ഈ പുസ്തകം എഴുതുമ്പോൾ എനിക്കുണ്ടായ അനുഭൂതികൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇംപ്രിൻസിൻ്റെ കഥകളാണ്. ഇതാണ് ആ പുസ്തകത്തെ എൻ്റേതായി മാറ്റുന്നത്, നിങ്ങളെപ്പറ്റി എഴുതാൻ പറ്റിയത്. താങ്ക് യു.